ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റാണ്. വോയിസസ് ഇൻ യൂണിസൺ എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. നമുക്കറിയാം, വോയിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദങ്ങളാണ് അല്ലേ. യൂണിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമ അല്ലെങ്കിൽ ഐക്യം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ടൈറ്റിൽ വരുന്നത് വോയിസസ് ഇൻ യൂണിസൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ഒരേ ശബ്ദത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു നായ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അപ്പോൾ അതിനെ രക്ഷിക്കാനായിട്ട് ഒരാൾ ചാടി. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്ത ആൾക്കാർ ചാടി അവരിങ്ങനെ പരസ്പരം കൈ പിടിച്ച് അങ്ങനെ ആ നായയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരാളെ കൊണ്ട് സാധിക്കാത്തത് ഒരുപാട് പേര് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിലൂടെ തരുന്ന മെസ്സേജ്. ഇനി താഴെ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഹെലൻ കെല്ലറിൻ്റെ കോട്ടാണ്. അത് നമുക്ക് നോക്കാം. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. അതായത് എലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ, വി ക്യാൻ ഡു സോ ലിറ്റിൽ. അപ്പോൾ തനിയെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ടുഗെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച്, വി ക്യാൻ ഡു സോ മച്ച്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? തനിയെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്? ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഇത് ഹെലൻ കെല്ലറിൻ്റെ കോട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ തന്നെയാണ് ഇവിടെ നമുക്ക് മുകളിലായിട്ട് തന്നിട്ടുള്ളതും. അടുത്ത പേജിൽ ഒരു പിക്ചർ കാണാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. അവരെന്താ ചെയ്യുന്നത്? അവർ മണൽ വെച്ച് കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലരുടെ കയ്യിൽ മണ്ണപ്പം പോലെ ഉണ്ടാക്കിയതുണ്ട്. അവർ നല്ല ഹാപ്പി ആയിട്ടാണ് അല്ലേ ചെയ്യുന്നത്. അവരുടെ ആ ഒരു എന്താ പറയുക, കുട്ടിക്കാലം അവർ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ദ ചിൽഡ്രൻ ആർ ഹാപ്പിലി മേക്കിംഗ് എ സാൻഡ് കാസ്റ്റിൽ. എന്താണ്? കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി സാൻഡ് കാസ്റ്റിൽ, മണൽ കൊണ്ടുള്ള ഒരു കൊട്ടാരം ഉണ്ടാക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഹൗ? ആ കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ എന്നാണ് ചോദ്യം. ഇല്ലേ? കുട്ടികൾ സഹായിക്കുന്നില്ലേ? അപ്പം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ. അതെ, കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ആർ വർക്കിംഗ് ടുഗെദർ ടു ബിൽഡ് എ സാൻഡ് കാസ്റ്റൽ. അവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബിൽഡ് എ സാൻഡ് കാസ്റ്റൽ, ഒരു മണൽ കൊട്ടാരം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചാണ് ആ ഒരു മണൽ കൊട്ടാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാനായിട്ട്? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഡ്യൂറിങ് അവർ വെക്കേഷൻ മൈ നെയ്ബർഹുഡ് ഫ്രണ്ട്സ് ആൻഡ് ഐ ആർ മേക്കിംഗ് എ സ്മോൾ ഗാർഡൻ ഇൻ ദ കോർണർ ഓഫ് അവർ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ വെക്കേഷൻ സമയത്ത് എൻ്റെ അയൽപക്കത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അയൽപക്കത്തുള്ള ഫ്രണ്ട്സും ഞാനും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ, ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കി. എവ്രി വൺ ഈസ് ഹാപ്പിലി കളക്ടിങ് സീഡ്സ് ആൻഡ് സീഡ്ലിങ്സ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സീഡ്സും സീഡ്ലിങ്സും, അതായത് വിത്തുകളും തൈകളും ഒക്കെ ശേഖരിച്ചു. ആൻഡ് വി ആർ ഓൾ വർക്കിംഗ് ടുഗെദർ ഓൺ ദ ഗാർഡൻ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു ഗാർഡനിൽ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം കേട്ടോ. ഇനി നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹൂ സ്റ്റാൻഡ് ടുഗെദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. അതായത് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള വീട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അവർ കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബിനീത് ദ ക്വയറ്റ് സ്കൈ. ബിനീത് എന്ന് പറഞ്ഞാൽ അടിയിൽ, താഴെ എന്നുള്ളതാണ്. ദ ക്വയറ്റ് സ്കൈ. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തം. ഓക്കെ, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അപ്പം എന്താണ്? ശാന്തമായ ആകാശത്തിന് താഴെ അല്ലെങ്കിൽ അടിയിൽ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. ഒരു വാസ്റ്റ് സാൻഡി ലാൻഡിൽ, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ, സാൻഡി ലാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ പ്രദേശം. ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള അല്ലെങ്കിൽ ഊഷ്മളമായ, പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായ, വില്ലേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഗ്രാമം.
അപ്പോൾ ഒരു വിശാലമായ മണൽ പ്രദേശത്ത് അവിടെ ഒരു വളരെ ഊഷ്മളവും അതേപോലെ സമാധാനപരവുമായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാമമുണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അവിടെയുള്ള ആളുകൾ, വില്ലേജേഴ്സ് ഉണ്ടല്ലോ, അവർ വളരെ സിമ്പിളും അതേപോലെ കൈൻഡ് ഹാർട്ടഡ്, അവർ വളരെ ദയുള്ള ഹൃദയമുള്ളവരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അതായത് ആ ഒരു വില്ലേജിലുള്ള ആളുകളെ അല്ലാതെ ആ വില്ലേജിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിനെയൊന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ ആ ഒരു വില്ലേജിൻ്റെ ഉള്ളിലുള്ള ആളുകളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വൈറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അതായത് അവരുടെ ഗ്രാമത്തിലെ വളരെ ശാന്തവും സമാധാനവും നിറഞ്ഞ ആ ഒരു ജീവിതം അവർ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. ആ ഒരു ലൈഫ് അവർ അത്രയും ഇഷ്ടപ്പെടുകയും അതേപോലെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. അപ്പോൾ വൺ ബ്രൈറ്റ് മോർണിംഗ്, ഒരു ബ്രൈറ്റ് മോർണിംഗ് ആണ്, കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഒരു പ്രഭാതമാണ്. ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ഇവിടെ ആലങ്കാരികമായിട്ട് പറയുകയാണ് കേട്ടോ. സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തളിക്കുക. സൂര്യൻ അതിൻ്റെ ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്, വളരെ തിളങ്ങുന്ന ഗോൾഡൻ ലൈറ്റ് തളിച്ചു. എങ്ങോട്ടേക്കാണ് സൂര്യൻ തെളിക്കുന്നത്? ഭൂമിയിലേക്കാണ് അല്ലേ? അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. അപ്പം വളരെ വിശാലവും ക്ലിയറുമായിട്ടുള്ള ഒരു ആകാശത്ത് നിന്ന് സൂര്യൻ ഗോൾഡൻ കളർ, അതിൻ്റെ വളരെ തിളങ്ങുന്ന ഗോൾഡൻ കളർ ഇങ്ങനെ തെളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു എന്നുള്ളതാണ്. കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്. ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, ഒത്തുകൂടുക അല്ലേ? അപ്പോൾ ഈ വില്ലേജേഴ്സ് ഒത്തുകൂടി എവിടെയാണ്? ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്. അവർ സ്ഥിരമായിട്ട് ഒത്തുകൂടുന്ന സ്ഥലത്ത് അവരെല്ലാവരും ഒത്തുകൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചില ആളുകൾ എവിടെയാണ് റെസ്റ്റ് ചെയ്തത്? ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്, വലിയ നല്ല ഉയരമുള്ള മരങ്ങളുടെ തണലിലാണ് ചില ആളുകൾ റെസ്റ്റ് ചെയ്തത്. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുമേ കാലും കയറ്റിയിരിക്കുന്നതിനാണ് പറയുക. അപ്പോൾ കുറച്ച് ആളുകൾ കാലുമേ കാലൊക്കെ കയറ്റിയിട്ട് ഓൺ ദ സോഫ്റ്റ് സാൻഡ്, ആ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മണലിൽ ഇരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ അവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. അപ്പം സ്റ്റിക്സ്, കമ്പുകളൊക്കെ വെച്ചിട്ട് ആ ഒരു മണലിൽ പാറ്റേൺസൊക്കെ അവർ വരയ്ക്കുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ. ഈ ഒരു വില്ലേജിനെയും അവിടുത്തെ ആളുകളെയും എന്താണ് സ്പെഷ്യൽ ആക്കുന്നതെന്നാണ് ചോദ്യം. വില്ലേജ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു വില്ലേജാണ് അല്ലേ? അവിടുത്തെ ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുമാത്രമല്ല അവർ ഔട്ട്സൈഡേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു വില്ലേജിൽ തന്നെയാണ് ജീവിക്കുന്നത്. പുറത്തുനിന്ന് ആരും വില്ലേജിലേക്ക് വരാറുമില്ല. ഇതൊക്കെയാണ് അവരുടെയും അവരുടെ വില്ലേജിൻ്റെയും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്. നിങ്ങളെപ്പോഴെങ്കിലും സാൻഡിൽ, മണലിൽ അല്ലെങ്കിൽ പൂഴിയിൽ ചിത്രം വരച്ചിട്ടുണ്ടോ? വെൻ ആൻഡ് വെയർ. ഉണ്ടെങ്കിൽ എപ്പോൾ, എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാൻഡിലൊക്കെ വരച്ചിട്ടുണ്ടാവും അല്ലേ? ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും. തിരമാല വന്നടിച്ച് നിങ്ങൾ വരച്ച കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ചോദിക്കുന്നത് കേട്ടോ. ദ സ്ട്രേഞ്ച് ബ്രീസ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപരിചിതമായ, നമുക്ക് പരിചിതമല്ലാത്ത. ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്. Suddenly, a warm breeze swept through the village and made the air feel different and magical. Suddenly എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. A warm breeze. വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുള്ള, ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റാണ്. swept through the village. ആ വില്ലേജിലാകെ ഒരു വാം ബ്രീസ്, ഒരു ഇളം കാറ്റ് അങ്ങനെ പടർന്നു. and made the air feel different. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷം, ആ ഒരു വായുവിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള ഫീലുണ്ടായി. ആൻഡ് മാജിക്കൽ, അത് വളരെ മാജിക്കലുമായിരുന്നു. ഓക്കെ, എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്. എല്ലാവരും ഈ ഒരു കാറ്റ് കണ്ടിട്ട് ലുക്ക്ഡ് അപ്വേർഡ്, മുകളിലേക്ക് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം അതിശയം തോന്നുകയാണ്. അതുകൊണ്ടാണ് വാവ് എന്ന് പറയുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്തൊരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, അത്ഭുതം അല്ലേ? വൈഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വ്യാപിക്കുക അല്ലെങ്കിൽ കണ്ണ് തള്ളി വരിക. ആ ഒരു അത്ഭുത കാഴ്ച കണ്ടിട്ട് അവരുടെ കണ്ണുകൾ ഇങ്ങനെ കുറച്ചൊന്ന് വലുതായി അല്ലെങ്കിൽ കണ്ണ് തള്ളി വന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്.
കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ആശ്ചര്യം ഉണ്ടായതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. എന്താണ്? കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഉള്ള റിബൺസ് ഇങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ കണ്ണും തള്ളി നിന്നത്. ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. ഫ്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിറകിട്ടടിക്കാം. അപ്പം ബട്ടർഫ്ലൈസ് എന്താണ്? പൂമ്പാറ്റകൾ അല്ലേ? പൂമ്പാറ്റകൾ ഇങ്ങനെ ചിറകട്ടടിക്കുന്നത് പോലെയാണ് ഈ റിബൺസ് ആകാശത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴുന്നത്. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. അപ്പോൾ ബ്ലൂ റിബൺസ് അതെങ്ങനെയാണ് വീണത്? ഡ്രിഫ്റ്റഡ് മീൻസ് എന്താണ്? അങ്ങനെ തെന്നി ഒഴുകി അങ്ങനെ വീണു താഴേക്ക്. ആൻഡ് റെഡ് വൺ സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പരമാണ്. സ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്നിൻ്റെ പാസ്റ്റാണ്. സ്പിൻ എന്ന് പറഞ്ഞാൽ കറക്കുക. സ്പൺ ലൈക്ക് മാജിക്കൽ ടോപ്പ്. അപ്പോൾ ഒരു പമ്പരം കറങ്ങുന്ന രീതിയിലാണ് റെഡ് കളറുള്ള റിബൺസ് താഴേക്ക് പതിച്ചത്. ഓക്കെ. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്കാലമാണ്, അതായത് മരങ്ങൾ ഇല പൊഴിക്കുന്ന കാലം. ഓട്ടമൻ എന്ന് വായിക്കരുത്, ഓട്ടം എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ എന്താണ്? യെല്ലോ റിബൺസ് മഞ്ഞ കളറിലുള്ള റിബൺസ് എങ്ങനെയാണ് വീണിട്ടുള്ളത്? ശരത്കാലത്തിൽ മരങ്ങൾ ഇല പൊഴിക്കുന്നത് പോലെ. ആ ഇല പൊഴിക്കുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്തല്ലേ വീഴുക. അപ്പോൾ അതേപോലെയാണ് യെല്ലോ റിബൺസ് വീണിട്ടുള്ളത്. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. അപ്പോൾ പച്ച കളറിലുള്ള റിബൺസ് എങ്ങനെയാണ്? ഫ്രഷ് ഗ്രാസ്, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പുല്ലുണ്ടാവുമല്ലോ, അതുപോലെയാണ് ഗ്രീൻ റിബൺസ് വീണ് കിടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്? എന്താണ് ആ ഒരു ഇളം കാറ്റ് ആ ഒരു വില്ലേജിൽ ഉണ്ടായപ്പോൾ സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവിച്ചത്? കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് കളർഫുൾ ആയിട്ടുള്ള റിബൺസ് താഴോട്ട് വീഴാൻ തുടങ്ങി അല്ലേ? വിച്ച് സെൻറ്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വർ സർപ്രൈസ്ഡ്? ഏത് സെൻറ്റൻസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ ആളുകൾ സർപ്രൈസ്ഡ് ആയി എന്ന് കാണിക്കുന്നത്? വൗ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഈ ഒരു സെൻറ്റൻസാണ് അവർ സർപ്രൈസ്ഡ് ആയി എന്ന് കാണിക്കുന്നത് അല്ലേ? വൗ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ആശ്ചര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ എന്താണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്തൊരു ഭംഗിയുള്ള സൈറ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആളുകൾ സർപ്രൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റിബൺസ് ഓഫ് വണ്ടർ ആണ്. വണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്മയം, അത്ഭുതം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിബൺസ് ഓഫ് വണ്ടർ എന്താണ്? അത്ഭുതകരമായ റിബൺ അല്ലേ? ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺസ്. വില്ലേജേഴ്സ് എന്ത് ചെയ്തു? ഓടുകയാണ്. ഈഗർലി മീൻസ് എന്താണ്? ഉത്സാഹത്തോടു കൂടി. അപ്പം ഈ വില്ലേജേഴ്സ് ഉത്സാഹത്തോടു കൂടി ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാബ്ഡ് ദ റിബൺസ്. ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ പിടിച്ച് പറിക്കുക. അപ്പം ഈ റിബൺസ് പിടിച്ച് പറിക്കാനായിട്ടാണ് അവർ വളരെ ഉത്സാഹത്തോടു കൂടി ഓടിയത്. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്. അവരെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ റിബൺസ് അവരുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ദ കളർ ഓഫ് ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അതായത് ഇപ്പം ബ്ലൂ കളറുള്ളൊരു റിബൺ എടുത്ത് ഒരാൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ അദ്ദേഹത്തിൻ്റെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതാ പറയുന്നത് ദ കളർ ഓഫ് ദ റിബൺ. റിബൺസിൻ്റെ കളറ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അവരുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ലിലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. അപ്പം ലിലിക്ക് ബ്ലൂ റിബൺ ആണ് കിട്ടിയത്. അപ്പോൾ അത് അവളുടെ ശരീരത്തെ ഒരു സ്കൈ ആയിട്ട്, ആകാശമായിട്ട് സാദൃശ്യം തോന്നുകയാണ്. ആകാശവുമായിട്ട് സാദൃശ്യം തോന്നിപ്പിക്കുകയാണ്. റിസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ സാദൃശ്യമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ്? ആകാശത്തിന് ബ്ലൂ കളറാണ് അല്ലേ? അപ്പോൾ അവളുടെ റിബൺ ബ്ലൂ ആണ്. അതുകൊണ്ട് ഒരു ആകാശവുമായിട്ട് അവൾക്ക് സാദൃശ്യം തോന്നുകയാണ്. കാരണം അവളുടെ സ്കിന്നിലേക്ക് ആ ഒരു കളറ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മാക്സസ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രശ്മി അല്ലെങ്കിൽ കിരണം. സെറ്റിംഗ് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്തമയ സൂര്യൻ അല്ലേ? അപ്പോൾ അസ്തമയ സൂര്യൻ്റെ കിരണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റെഡ് കളറിലായിരിക്കും. അപ്പം മാക്സിൻ്റെ റെഡ് റിബൺ അവനെ എന്താക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിംഗ് സണ്ണിൻ്റെ കിരണം പോലെ റെഡ് കളറിലാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൃദ്ധമായ, ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച കാട് അല്ലേ? അപ്പോൾ മിയയുടെ ഗ്രീൻ റിബൺ അവളെ ഏത് തരത്തിലുള്ള ലുക്കിലേക്കാണ് കൊണ്ടുവരുന്നത്? വളരെ സമൃദ്ധമായിട്ടുള്ള നല്ല പച്ച കളറുള്ള ഒരു കാട് അല്ലേ? ആ ഒരു രീതിയിലേക്കാണ് മിയേനെ മാറ്റിയിട്ടുള്ളത്. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. അപ്പം ലിയോയുടെ യെല്ലോ റിബൺ, ലിയോയ്ക്ക് കിട്ടിയിട്ടുള്ള കളർ ഏതാണ്? യെല്ലോ റിബൺ ആണ്. അത് അവനെ എങ്ങനെയാക്കി മാറ്റി? ഷൈൻ ലൈക്ക് ദ സൺ, സൂര്യൻ്റെ
സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമ്പോൾ എന്താണ് യെല്ലോ കളറിലാണ് അല്ലേ. അപ്പോൾ ഒരു സൂര്യൻ ഷൈൻ ചെയ്തങ്ങനെ നിൽക്കുന്നത് പോലെ ആക്കി മാറ്റി ആരെ, ലിയോനെ, അവൻ്റെ കയ്യിലുള്ള യെല്ലോ റിബൺ. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്, അവർ ഡാൻസ് ചെയ്യുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്. പീകോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മയിലാണ് അല്ലേ. പ്ലംസ് എന്ന് പറഞ്ഞാൽ തൂവലാണ്. അപ്പോൾ ഇവർ എന്താണ് വളരെ കളർഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ, ഒരുപാട് കളേഴ്സിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഡാൻസും അവരുടെ കളികളും ഒക്കെ എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്, ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്. അപ്പോൾ ഈ വില്ലേജേഴ്സിനെ കാണാനായിട്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത്, വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്, ഒരു എന്താണ് ആകർഷണീയമായ പീകോക്കിൻ്റെ തൂവലുകൾ പോലെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. അതായത് ആ ഒരു റിബൺസ് അവരുടെ തന്നെ ബോഡിയിൽ കെട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. ദ കളർ ഓഫ് ദ റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിന്ന്. അപ്പോൾ ആ ഒരു റിബണിലുള്ള കളർ അവരുടെ ബോഡിയിലെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. എന്ത് ചേഞ്ചാണ് ഈ റിബൺസ് ആ പീപ്പിളിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ഏത് കളർ റിബണാണോ അവരുടെ ശരീരത്തിൽ ടൈ ചെയ്യുന്നത് ആ ഒരു കളർ അവരുടെ ബോഡിയിൽ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല എന്താണ്, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പീകോക്കിൻ്റെ പ്ലംസ് പോലെ അവരെ കാണപ്പെടാൻ തുടങ്ങി. അവർ വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യുകയും പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ. അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് അവരിലേക്ക് കൊണ്ടുവന്നത്. വാൾസ് ഓഫ് കളേഴ്സ് ആണ് അടുത്ത സെക്ഷൻ. വാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലുകളാണ്. കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചായം അല്ലേ, നിറങ്ങളാണ്. അപ്പം വാൾസ് ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറങ്ങളുടെ മതിലുകൾ. അപ്പോൾ നമുക്കിത് നോക്കാം. ബട്ട് സൂൺ, അപ്പോൾ പെട്ടെന്ന് തന്നെ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തണുത്ത കാറ്റ് ആ ഒരു വില്ലേജിലാകെ വീശി. ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീശുക കേട്ടോ. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അപ്പോൾ ഈ ഒരു കാറ്റ് വീശിയതിന് ശേഷം അവരുടെ അപ്പിയറൻസ്, അവരുടെ ആ ഒരു രൂപം, അതിൽ മാറ്റം വരാൻ തുടങ്ങി. ഐ എം ബ്ലൂ, ലിലി ക്രൈഡ്. ഞാൻ നീലയാണ് എന്ന് പറഞ്ഞിട്ട് ലിലി ഉറക്കെ കരഞ്ഞു. ഐ എം റെഡ്, മാക്സ് ഷൗട്ടഡ്. ഷൗട്ടഡ് മീൻസ് ഉറക്കെ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ റെഡ് ആണെന്ന് മാക്സ് ഉറക്കെ പറഞ്ഞു. വി ലുക്ക് സോ ഡിഫറെൻറ്റ്, ലിയോ സെറ്റ്. അപ്പം ലിയോ പറയാണ് നമ്മൾ വളരെ വ്യത്യസ്തരായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈറ്റൻഡ്, അവരാകെ പേടിച്ചിട്ടുണ്ട്. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. അപ്പോൾ എന്താണ്, ഇവിടെയുള്ള ഈ ആളുകൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ്, അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെപ്പറേറ്റ് ആവുകയാണ്. മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഗ്രാമത്തിൻ്റെ ഓരോ കോർണറിലേക്ക് അങ്ങനെ മൂവ് ചെയ്തു, മാറി നിന്നു. Max with his red ribbon told the ones who had red ribbons, we need to stick together. അപ്പോൾ മാക്സ് പറയാണ്, അവന് റെഡ് റിബണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റെഡ് റിബണുള്ള ആളുകൾ എന്ത് ചെയ്യണം, വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് അവരോട് പറയുകയാണ്. ലിലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെറ്റ് വി നീഡ് ടു സ്റ്റേ സേഫ്. അപ്പം ലിലിക്ക് ബ്ലൂ റിബണാണുള്ളത്. അപ്പം ബ്ലൂ റിബണുള്ള ആളുകളോട് പറയാണ് വി നീഡ് ടു സ്റ്റേ സേഫ്, നമുക്ക് ഒരുമിച്ച് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ള കാര്യം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. അപ്പം ഗ്രീനും യെല്ലോ ഗ്രൂപ്പുമാണ് ഇനി ബാക്കിയുള്ളത്, അവരും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. അപ്പോൾ എല്ലാവരും ഓരോരോ മൂലയിൽ പോയി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു കോർണറിന് ചുറ്റും അവരെന്ത് ചെയ്തു, വലിയ മതിലുകൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ്, വലിയ മതിലുകൾ അവരുടെ ആ ഒരു കോർണറിന് ചുറ്റും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു വില്ലേജിലുള്ള ആളുകൾ വളരെ യൂണിറ്റിയോടുകൂടി ജീവിച്ചിരുന്നതാണ് അല്ലേ. പക്ഷേ ഈ ഒരു റിബണ് വന്ന് അവരുടെ കളറ് ചേഞ്ച് ആയതോടുകൂടി അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേർപിരിഞ്ഞ് ആ ഒരു ഗ്രാമത്തിൻ്റെ ഓരോ കോർണറിലും പോയി താമസിക്കാനായിട്ട് തീരുമാനിക്കുകയും ചുറ്റും വലിയ മതിലുകൾ കെട്ടുകയും ചെയ്തു. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും വേർപിരിഞ്ഞു എന്നുള്ളതാണ്, ആ ഒരു യൂണിറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ അവരുടെ ചുറ്റും വലിയ മതിലുകൾ ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ്? അവർക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി അവരെല്ലാവരും എന്താണ്, കാണാൻ വളരെ വ്യത്യസ്തരാണ് എന്നല്ലേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും അവർ സെപ്പറേറ്റഡ് ആവണം എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടും അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ആയതുകൊണ്ടും അവർ വലിയ മതിലുകൾ കെട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു അഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? വൈ? നിങ്ങൾ അവരുടെ ആ ഒരു തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വൈ? അപ്പം ഈ ഒരു തീരുമാനം വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് അല്ലേ.
അവർ നല്ല യൂണിറ്റിയോടുകൂടി സമാധാനത്തോടു കൂടിയൊക്കെ ആയിരുന്നു ആ ഒരു വില്ലേജിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ കളറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കളറിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ആയിട്ട് മാറേണ്ട ഒരു ആവശ്യം ഇല്ല അല്ലേ. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എ ട്രബിൾ അൺഫോൾഡ്സ്. ട്രബിൾ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ ചുരുളഴിയുക. അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ ചുരുളഴിയുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഡേയ്സ് പാസ്റ്റ്, അപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. അപ്പോൾ റെഡ് ഗ്രൂപ്പിന് എന്താണ്, വെള്ളമുണ്ട് പക്ഷേ നോ ഫുഡ്, ആഹാരമില്ല. ഐ എം ഹംഗ്രി, മാക്സ് കംപ്ലൈൻറ്റ്. എനിക്ക് വിശക്കുന്നു, മാക്സ് കംപ്ലൈൻറ്റ് ചെയ്തു. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് എന്താണ്, ആഹാരമുണ്ട് ബട്ട് നോ വാട്ടർ, വെള്ളമില്ല. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം, ദിവസങ്ങൾ കടന്നുപോയി. റെഡ് ഗ്രൂപ്പിന് എന്താണുള്ളത്, വെള്ളമുണ്ട് പക്ഷേ ആഹാരമില്ല. പിന്നെ എന്താണ്, ബ്ലൂ ഗ്രൂപ്പിന് ആഹാരമുണ്ട് പക്ഷേ വെള്ളമില്ല. എല്ലാം ഒരുമിച്ച് വന്നാലല്ലേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, നമ്മളുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നേ ഉള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഐ എം തേഴ്സ്റ്റി, ലിലി സെറ്റ്. അപ്പം ബ്ലൂ ഗ്രൂപ്പാണ്, ഫുഡ് ഉണ്ട് പക്ഷേ വെള്ളമില്ല. അപ്പം ആരാണ്, ലിലി പറയാണ് എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് എന്തുണ്ട്, വുഡ് ഉണ്ട്, വിറകും മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഷെൽട്ടർ ഇല്ല, താമസിക്കാനായിട്ടൊരു വീട് പാർപ്പിടമൊന്നുമില്ല. വി ആർ വെറ്റ്, എന്താണ്, പാർപ്പിടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മഴയത്തൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത്. മിയ റിപ്പോർട്ട് ചെയ്തു. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ. യെല്ലോ ഗ്രൂപ്പിന് എന്താണ്, ഷെൽട്ടർ ഉണ്ട് ബട്ട് നോ ഫയർവുഡ്. ഫയർവുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകാണ്. അപ്പോൾ അവർക്ക് തണുപ്പിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഫയർവുഡ് ഒന്നും ഇല്ല, പക്ഷേ ഷെൽട്ടർ ഉണ്ട്. ഐ എം കോൾഡ്, എന്താണ്, എനിക്ക് തണുക്കുന്നുണ്ട്. ലിയോ ഷിവേർഡ്, ലിയോ അങ്ങനെ തണുത്ത് വിറയ്ക്കുകയാണ്. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. അപ്പം എന്താണ്, ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള, അതായത് സഹായത്തിന് വേണ്ടിയുള്ള ആ ഒരു കരച്ചിലുകൾ എന്തുപോലെയാണ് തോന്നിയത്, സൗണ്ടഡ് ലൈക്ക് എ കോറസ് പോലെയാണ് തോന്നുന്നത്. കോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പാട്ട് പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പേര് ഒന്നിച്ച് പാടുന്നതിനെയാണ് കോറസ് എന്ന് പറയുക. അപ്പോൾ ഇവരുടെ ഈ കരച്ചിൽ കോറസ് പോലെയാണ് കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാമില്ല, ഓരോരുത്തർക്കും ഓരോരോ സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. അപ്പോൾ എന്താണ്, ഈ നിസ്സഹായമായിട്ടുള്ള കരച്ചിലുകൾ കേട്ടിട്ട് ഒരു സ്ട്രേഞ്ചർ അവിടേക്ക് വന്നു. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, എന്തിനാണ് നിങ്ങൾ ഒളിക്കുന്നതും കരയുന്നതും? ഹി ആസ്ഡ്, അദ്ദേഹം ചോദിച്ചു. ആരാണ്, സ്ട്രേഞ്ചറാണ് കേട്ടോ ചോദിക്കുന്നത്. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ്സ് ഫേസ്. എന്ത് പ്രോബ്ലമാണ് ഓരോ കളറുള്ള ഗ്രൂപ്പുകളും ഫേസ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ്, ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കാര്യം അവരവരുടെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അല്ലേ. റെഡ് ഗ്രൂപ്പിൻ്റെ അടുത്ത് വെള്ളമുണ്ട് പക്ഷേ ആഹാരമില്ല. ബ്ലൂ ഗ്രൂപ്പിൻ്റെ അടുത്ത് എന്താണ്, ഭക്ഷണമുണ്ട് പക്ഷേ ആഹാരമില്ല. പിന്നെ എന്താണ്, ഗ്രീൻ ഗ്രൂപ്പിൻ്റെ അടുത്ത് വുഡ് ഉണ്ട് പക്ഷേ ഷെൽട്ടർ ഇല്ല. അപ്പോൾ അവർ എന്താണ്, നനഞ്ഞൊക്കെ ഇരിക്കുകയാണ്. പിന്നെ യെല്ലോ ഗ്രൂപ്പിൻ്റെ അടുത്താണെങ്കിൽ ഷെൽട്ടർ ഉണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഫയർവുഡ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വില്ലേജേഴ്സ് ഫേസ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ. പാത്വേ ടു യൂണിറ്റി, അതാണ് അടുത്ത സെക്ഷൻ. പാത്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാത അല്ലേ. ടു യൂണിറ്റി, എന്തിലേക്കുള്ള പാതയാണ്, യൂണിറ്റിയിലേക്കുള്ള, ഐക്യം അല്ലെങ്കിൽ ഒരുമ. അപ്പോൾ ഒത്തൊരുമയിലേക്കുള്ള പാതയാണ്. വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് കളേഴ്സ് സമ്മൺ റിപ്ലൈഡ്. അപ്പം സ്ട്രേഞ്ചർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം അതിലാരോ ഒന്ന് ഉത്തരം പറയുകയാണ്, വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് കളേഴ്സ്. ഞങ്ങളുടെ കളറിലുള്ള ആളുകളുടെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. സമ്മൺ റിപ്ലൈഡ്, ആരോ ഒന്ന് മറുപടി പറഞ്ഞു. വി നീഡ് ടു സർവൈവ്, ഞങ്ങൾക്ക് അതിജീവിക്കണം അല്ലേ, ഞങ്ങൾക്ക് പിടിച്ചു നിന്നേ പറ്റൂ. ലിലി സ്പോക്ക് അപ്പ്, ലിലി പറഞ്ഞു. വി നീഡ് വാട്ടർ, ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. അപ്പം ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് ബ്ലൂ ഗ്രൂപ്പ് ഉറക്കെ പറഞ്ഞു. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്, ആരാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരിക? ദ റെഡ് ഗ്രൂപ്പ് ആസ്റ്റ്, റെഡ് ഗ്രൂപ്പ് ചോദിച്ചു. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്, ദ ഗ്രീൻ ഗ്രൂപ്പ് സെറ്റ്. അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പ് പറയുകയാണ് ഞങ്ങൾക്ക് ഷെൽട്ടർ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. വി നീഡ് വാംത്, ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. അപ്പോൾ യെല്ലോ ഗ്രൂപ്പ് ഉറക്കെ പറഞ്ഞു. എന്താണ് ഷൗട്ടഡ് മീൻസ്, ഇവിടെ ദേഷ്യപ്പെടുകയല്ല, ഉറക്കെ പറഞ്ഞു എന്നുള്ളതാണ്. വി നീഡ് വാംത്, ഞങ്ങൾക്ക് കുറച്ച് ചൂടാണ് വേണ്ടത്. അതായത് എന്താണ്, തണുപ്പിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഫയർവുഡൊക്കെ കത്തിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇവർക്ക് ഫയർവുഡ് ഇല്ലല്ലോ, അപ്പോൾ അതാണ് പറയുന്നത് അവർക്ക് വാംത്താണ് വേണ്ടതെന്ന്. ദേ ഓൾ പാനിക്ഡ്, അവരെല്ലാവരും എന്താണ്, പാനിക്കായി, ടെൻഷനായി. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ.
അവരെല്ലാവരും ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടുകൂടി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ. ഷൈനിങ് ഐസ് എന്ന് പറയാൻ നല്ല തിളങ്ങുന്ന കണ്ണുകൾ ആരുടെയാണ്? സ്ട്രേഞ്ചറിൻ്റെ, ആ ഒരു അപരിചിതൻ്റെ. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ആ അപരിചിതൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഹി സ്മൈൽഡ് ജെൻ്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ജെൻ്റിലായിട്ട് ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അഡ്വൈസ് ചെയ്തു, അതായത് അവരെ ഉപദേശിക്കുകയാണ്. ഷെയർ വാട്ട് യു ഹാവ്. എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ഷെയർ ചെയ്യൂ. യു വിൽ ബി ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആകുമെന്ന് പറഞ്ഞു. ഷെയർ ആസ്ക്ഡ് ദ പീപ്പിൾ ടുഗെദർ. ഷെയർ ചെയ്യാനോ എന്ന് ഒരുമിച്ച് അവിടെയുള്ള എല്ലാവരും കൂടെ ചോദിച്ചു. വി കനോട്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ദേ സെറ്റ് ഫേംലി, അവർ പതറാതെ പറഞ്ഞു. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെറ്റ്. ആ സ്ട്രേഞ്ചർ, ആ ഒരു അപരിചിതൻ പുഞ്ചിരിച്ചിട്ട് പറയുകയാണ്, ഷെയറിങ് ഈസ് ദ ഓൺലി വേ. ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആകെ ഒരു മാർഗമുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടാനായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് ആര് പറയാണ്? സ്ട്രേഞ്ചർ പറയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ റിഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്? ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ റിഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ സാധനങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് വിസമ്മതിച്ചത് അല്ലെങ്കിൽ സമ്മതിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അവർ വിചാരിക്കുകയാണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അവർ വ്യത്യസ്തരാണ്. സോ അതുകൊണ്ട് ആണല്ലോ അവർ വോളൊക്കെ കെട്ടി എല്ലാവരും ഓരോ കളറുള്ളവർ സെപ്പറേറ്റ് ആയിട്ട് മാറി ഓരോ മതിലിൻ്റെ ഉള്ളിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തരാണെന്ന് ചിന്തിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്. എന്തായിരുന്നു സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ്? എന്തായിരുന്നു? അവർക്കുള്ള സാധനങ്ങൾ എന്താണോ അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ. അവർ ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ്, അതായത് ഉപദേശം കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഷെയർ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ലാസ്റ്റ് സെക്ഷൻ നോക്കാം. ഡാൻസ് ഓഫ് കളേഴ്സ്. കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറങ്ങളാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം, അല്ലേ? അപ്പം ഡാൻസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ നൃത്തം എന്നുള്ളതാണ്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. വില്ലേജേഴ്സ് എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ. അവരൊരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു. സ്ലോലി, പതിയെ, ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. അവർക്ക് എന്താണോ ഉള്ളത് അത് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. അപ്പോൾ ഒരു മിറാക്കിൾ എന്ന് വെച്ചാൽ ഒരു അത്ഭുതം സംഭവിച്ചു. എവ്രി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡഡ്. എല്ലാവർക്കും അവരവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണോ അത് കിട്ടി. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. പതിയെ സന്തോഷം ആ ഒരു എൻറ്റയർ വില്ലേജ്, ആ മുഴുവൻ വില്ലേജിലും സ്പ്രെഡ് ചെയ്തു. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻഡ് ദെയർ റിബൺസ്. അതായത് അവരുടെ ചുറ്റും കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മതിലുണ്ടല്ലോ, അത് അവർ തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കമ്പൈൻഡ് ദെയർ റിബൺസ്. അവരുടെ റിബൺസ് അവർ ഒരുമിച്ച് കൂട്ടിവെച്ചു. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബൺസും ഒരുമിച്ച് കൂട്ടിവെച്ച സമയത്ത് അത് എന്തായിട്ട് മാറി? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയിൻബോ. റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ലല്ലേ? നമുക്ക് ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെയിൻബോ പോലെയായിട്ട് മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. ആളുകൾ എന്ത് ചെയ്തു? ആ ഒരു റെയിൻബോ നോക്കിയിട്ട് അവർ ഡാൻസ് ചെയ്തു. കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ. എന്നിട്ട് അവരെ തന്നെ എന്ത് വിളിച്ചു? റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. അപ്പോൾ അവരുടെ ആ ഒരു യൂണിറ്റിയിലേക്ക് വന്നു, അല്ലേ? അവരുടെ കളറ് വെച്ചിട്ട് അവർ സെപ്പറേറ്റഡ് ആയിരുന്നതൊക്കെ മാറി അവരിപ്പോൾ ഒരുമിച്ച് നിന്നു. ആ റിബൺസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ അത് അവർക്ക് എന്തുപോലെ തോന്നി? റെയിൻബോ പോലെ തോന്നി. അവരെ തന്നെ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. The rainbow ribbon became a symbol of their newly found unity and joy. അപ്പോൾ ഈ ഒരു റെയിൻബോ റിബണ് അവരുടെ പുതുതായി ഉണ്ടായ യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐക്യം, അല്ലേ? ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ പുതുതായിട്ടുണ്ടായിട്ടുള്ള അവരുടെ ആ ഒരു ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ട്, പ്രതീകമായിട്ട് ഈ ഒരു റെയിൻബോ റിബൺ മാറി. The warm breeze returned and the rainbow people felt happy. അപ്പോൾ ഫസ്റ്റ് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള റിബൺസ് ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു വാം ബ്രീസ് ഉണ്ടായിരുന്നില്ലേ? ആ ഒരു ബ്രീസ് തിരിച്ചു വന്നു. അപ്പോൾ ആ റെയിൻബോ പീപ്പിൾ വീണ്ടും ഹാപ്പിയായി. ദേ ലീവ്ഡ് ടുഗെദർ ഇൻ ഹാർമണി. അപ്പോൾ അവർ ഒരുമിച്ച് ഐക്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചു എന്നാണ് പറയുന്നത്. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്വരച്ചേർച്ച, അല്ലെങ്കിൽ
ഒത്തൊരുമ എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ യൂണിറ്റിയെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലേ ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.